കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 24-ാമത്തെയും 25-ാമത്തെയും വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷം ഇല്ല എന്ന് കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, കൊലോസ്യ സഭയ്ക്ക് അപ്പോസ്തലൻ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഒന്ന് ഇതാണ് എന്ന് പറഞ്ഞാൽ, നാം എന്ത് ചെയ്താലും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ നല്ല മനസ്സോടുകൂടെ ചെയ്യണം എന്നുള്ളത്. അത് വാക്കിനായാലും പ്രവൃത്തിയായാലും സംസാരത്തിൽ കൂടെ ആയാലും നാം എന്തെങ്കിലും ചെയ്യുന്നതായാലും പ്രതിഫലം ക്രിസ്തു തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ ചെയ്യണം. അപ്പോൾ കർത്താവ് നിർബന്ധമായിട്ട് ചെയ്യുമെന്ന് 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വാക്കിലോ ക്രിയയിലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ എന്ന് കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കൾ, നാം എന്ത് ചെയ്താലും അതിൽ ചിലപ്പോൾ നാം മനുഷ്യർക്കൊരു ഉപകാരം ചെയ്യുന്നത് നമുക്ക് തിരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടിയെന്ന് വരത്തില്ല. ആ കിട്ടാത്ത സമയത്തും നാം മുറുമുറുപ്പില്ലാതെ ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ കൂടെ പിതാവിന് നാം സ്തോത്രം ചെയ്ത് സമാധാനത്തോടെ ഇരുന്നാൽ അതിൻ്റെ പ്രതിഫലം കർത്താവ് തരും. അത് ഒരു മാതാപിതാക്കൾക്ക് ചെയ്യുന്നതായാലും മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്യുന്നതായാലും ഭാര്യ ഭർത്താവിന് ചെയ്യുന്നതായാലും ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്യുന്നതായാലും ജോലിക്കാരൻ തൻ്റെ യജമാനന് ചെയ്യുന്നതായാലും യജമാനൻ തൻ്റെ കൂലിക്കാരന് ചെയ്യുന്നതായാലും സഹോദരൻ സഹോദരങ്ങൾക്ക് ചെയ്യുന്നതായാലും എന്തായാലും നാം ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ചെയ്ത് സന്തോഷമായിരിക്കുക. അപ്പോൾ 25-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് തക്കത് പ്രാപിക്കും എന്ന്. ദൈവസന്നിധിയിൽ മുഖപക്ഷം ഇല്ല എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നന്മ ചെയ്യുന്ന നമുക്ക് കർത്താവ് എന്ന് നന്മ തന്നെ തരും, തിന്മ ഒരിക്കലും ചെയ്യത്തില്ല. ആയതുകൊണ്ട് നമ്മുടെ ജീവിതകാലത്തിൽ നന്മ ചെയ്ത് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമായ ഈ സമയത്ത് കർത്താവെ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, നിൻ്റെ മക്കൾ തൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്ത് ചെയ്താലും ദൈവമേ നിൻ്റെ നാമ മഹത്വത്തിനായി ചെയ്യുവാനും നിന്നിൽ തന്നെ ആശ്രയിച്ച് ദൈവമേ ഉറച്ചിരിപ്പാനും കർത്താവെ നീ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ജീവിതകാലത്തിൽ താങ്കൾ ചെയ്ത നല്ല പ്രവൃത്തിക്ക് കർത്താവിൻ്റെ സമൂഹത്തിൽ നിന്ന് നിർബന്ധമായിട്ടും പ്രതിഫലം കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ ഇരുന്ന് മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.